ഈ ചൂടാണ്, വെയിലാണ് എന്ന് പറഞ്ഞ് പലരും കലോത്സവ വേദിയിൽ എത്താതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ സ്വന്തം നാട്ടിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ അതെങ്ങനെയായാലും അതിൻ്റെ ഉദ്ഘാടന ദിവസം ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടീച്ചറുടെ അടുത്ത് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം. ഞാൻ 30 വർഷം സേവനം ചെയ്ത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പരിപാടി നമ്മുടെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഏറ്റവും നല്ലൊരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ അത് എൻ്റെ നാട്ടിൽ നടക്കുമ്പോൾ എനിക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ്. 2017 നടന്നപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ രാമവർമ്മ ഹൈസ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അപ്പോൾ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നു. ഇന്നിപ്പോൾ ഞാൻ മെയിൽ റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പരിപാടി സന്തോഷത്തോടെ കാണണം, പങ്കെടുക്കണം എന്ന് കരുതി വന്നത് തന്നെയാണ്. ഈ ചൂടും ഇത്രയും ബഹളം, ആൾത്തിരക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചിന്തിക്കുന്ന ഒരാളല്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് തിരുവനന്തപുരത്ത് പോയി വർക്ക് ചെയ്യില്ലല്ലോ. DG ഓഫീസിലായിരുന്നു അവസാനത്തെ പോസ്റ്റിംഗ്, ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട്. അവിടെ പോയി ജോലി ചെയ്തു. കഴിഞ്ഞ മെയിൽ റിട്ടയർ ചെയ്തു, 25 മെയിൽ. ഇനിയിപ്പോൾ പരിപാടികളൊക്കെ കാണാൻ നിൽക്കുമോ, അതോ ഉദ്ഘാടനം കഴിഞ്ഞു പോവാണ്, അങ്ങനെയാണോ? അതോ ഇനി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണോ പോവുക? അങ്ങനെയല്ല, DG ഓഫീസിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒത്തിരി പേര് പല വേദികളിലുണ്ട്. അവരെയൊക്കെ ഒന്ന് കണ്ടുമുട്ടണം. ഇപ്പോൾ ഉദ്ഘാടനത്തിന് കുറേ ആൾക്കാരെ കണ്ടു. അപ്പോൾ പേഴ്സണലി ഐറ്റംസ് അവരുടെ സ്റ്റേജിലെ പരിപാടികൾ അവരോടൊപ്പം 10 മിനിറ്റെങ്കിലും ചിലവഴിക്കാനൊക്കെ വേണ്ടി അടുത്തൊരു സ്റ്റേജിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി 5 ദിവസവും കലോത്സവ വേദിയിൽ എത്തുമോ? പറ്റണ ദിവസങ്ങളിലൊക്കെ എത്തണം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഉള്ള സ്ഥലങ്ങളിൽ അവരുടെ കൂടെ ആയിരിക്കാനും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം സൂര്യ ശങ്കരനാരായണൻ, TCV ന്യൂസ്.